ചെന്നപ്പോഴേ ചോദിച്ചു അത് ഏത് ജാതിയാണ്, എൻ്റെ അച്ഛൻ ആരാണ്, റേഷൻ കാർഡിലെ പേര് ഏതാണ്, ഇതൊക്കെ എന്നോട് ചോദ്യം ഉണ്ടായിരുന്നു. പുറത്ത് ബാത്റൂം ഉണ്ട്, ആ ബാത്റൂമിൽ കുളിച്ചിട്ട് ഡ്രസ്സ് മാറി വേണം അകത്ത് കയറാനായിട്ട്. വെള്ളം ചോദിക്കുവാണെങ്കിൽ നമ്മുടെ അകത്തുനിന്ന് അവരുടെ ഗ്ലാസ് എടുത്തിട്ട് നമ്മൾ പുറത്ത് വന്ന് വേറൊരു ഗ്ലാസ്സിനകത്ത് അവരിങ്ങനെ തൊടാതെ ഇങ്ങനെ ഒഴിച്ചു തരും. അങ്ങനെ വേണം നമുക്ക് വെള്ളം വരെ കുടിക്കാൻ. ഏറ്റവും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്ലോസറ്റ് ബ്രഷ് ഉപയോഗിച്ച് കഴുകിയ ക്ലീൻ ആകിയാലെന്നും പറഞ്ഞാൽ ക്ലോസറ്റ് മൊത്തം ഞങ്ങൾ കൈകൊണ്ട് വേണമായിരുന്നു ക്ലീൻ ചെയ്യാൻ. പിന്നെ അടൂർ ഗോപാൽ സാറ് വന്നപ്പം ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഇവിടുത്തെ ജോലി ആണ്, അതുകൊണ്ട് അവിടെ പോയി ജോലി ചെയ്യണമെന്ന് പറഞ്ഞു. അന്ന് ആഴ്ച 2 ഡ്യൂട്ടി വന്നു. KR നാരായണൻ നാഷണൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിദ്യാർത്ഥികൾ നേരിടുന്ന കടുത്ത ജാതി വിവേചനം ദ ക്യൂ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ പ്രശ്നങ്ങൾ അവിടെയും അവസാനിക്കുന്നില്ല. ഇന്റർവ്യൂ നടത്തി നിയമിക്കപ്പെട്ട ക്യാമ്പസിലെ സ്വീപ്പിംഗ് തൊഴിലാളികൾ ക്യാമ്പസ് മാത്രം വൃത്തിയാക്കിയാൽ പോരാ, ക്യാമ്പസ് ഡയറക്ടറുടെ വീട്ടിലെ ടോയ്ലറ്റ് അടക്കം കഴുകണം. അതും ബ്രഷ് ഉപയോഗിച്ച് കഴുകിയാൽ പോരാ, കൈകൾ കൊണ്ട് ഉരച്ച് കഴുകണം. ഇങ്ങനെ പണിയെടുക്കാൻ വീട്ടിലെത്തുന്ന ജീവനക്കാർക്ക് ഡയറക്ടറുടെയും കുടുംബത്തിൻ്റെയും ഭാഗത്തു നിന്നും നേരിടേണ്ടി വരുന്നത് കടുത്ത ജാതി വിവേചനമാണ്. KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ കൂടിയായ അടൂർ ഗോപാലകൃഷ്ണൻ്റെ പൂർണ്ണ അറിവോടെയാണ് ഇത്രയും മനുഷ്യത്വ വിരുദ്ധമായ ജാതി വിവേചനം നടക്കുന്നത് എന്നും ജീവനക്കാർ പറയുന്നു. ഞാൻ 2021 ഒക്ടോബറിലാണ് ഇവിടെ സ്വീപ്പിംഗ് സ്റ്റാഫായിട്ട് കയറിയത്. ഇൻ്റർവ്യൂ ചെയ്താണ് ഞങ്ങൾ 3 പേരെ ഇവിടെ ജോലിക്കായിട്ട് എടുത്തത്. അപ്പം സ്വീപ്പർ ജോലിക്കാണ് ഞങ്ങളെ എടുത്തത്. പക്ഷേ ഡയറക്ടർ സാറിൻ്റെ വീട്ടിൽ പോയി ജോലി ചെയ്യണമെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. 8 തൊട്ട് 12 വരെയാണ് ഗവൺമെൻറ്റിൻ്റെ സമയം സ്വീപ്പർമാരുടെ. പക്ഷേ ഇത് ഞങ്ങൾ 1 മണിക്കൂറും കൂടെ ഈ ആദ്യം വന്ന സ്റ്റാഫുകൾ 9 വർഷമായിട്ടും അവർ 1 മണിക്കൂറും കൂടെ എക്സ്ട്രാ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്. ഇതിന് മുന്നേ 3 ഡയറക്ടർ സാർമാരെടുപ്പുണ്ടായിരുന്നു. അവരുടെ വീട്ടിൽ നിന്നും ഇങ്ങനെ പോകേണ്ട വന്നിട്ടില്ല. 13 ബിൽഡിംഗ് ആണുള്ളത്, 10 ഏക്കർ സ്ഥലമുണ്ട്. മാത്രമല്ല 55 റൂമാണ് ഉള്ള ഒരു ബിൽഡിങ്ങിൽ തന്നെ 30ഓളം ബാത്റൂമുകളും വരുന്നുണ്ട്. ഇത് ഞങ്ങൾ മൊത്തം ഞങ്ങളുടെ ഈ 12 സമയം കൊണ്ട് തീരുകയില്ല. അതുകൊണ്ടാണ് ഇവർ പറയുന്നത് 1 മണിക്കൂർ എക്സ്ട്രാ പണി ചെയ്ത്. പക്ഷേ അത് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. 12 വരെ ഞങ്ങളുടെ ഡ്യൂട്ടി ടൈം ഉള്ളൂ എന്നറിയത്തില്ലായിരുന്നു. പക്ഷേ ഇത്രയും വർഷമായിട്ട് ഞങ്ങളിപ്പം 1 മണിക്കൂറും കൂടി എക്സ്ട്രാ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റേതായ ഒരു ഓവർ ഡ്യൂട്ടിയുടെ പൈസയൊന്നും ഞങ്ങൾക്ക് തരുന്നില്ല. 6000 രൂപയാണ് ഞങ്ങളുടെ 8 തൊട്ട് 12 വരെയുള്ള സാലറി. ഡയറക്ടർ സാറിൻ്റെ വീട്ടിലാണ് ഞങ്ങൾ ജോലിക്ക് പോകുന്നത്. ഞങ്ങൾ അറിഞ്ഞില്ല, ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ഇന്ന പോലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കെട്ടിടമാണെന്നും പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളെ ജോലിക്ക് വിടുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കെട്ടിടമാണ്, തീർച്ചയായിട്ടും പോകണം, അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് 5 പേരെ പിരിച്ചു വിടുമെന്നാണ് ഞങ്ങൾക്ക് താക്കീത് തന്നത്. ഞങ്ങൾ ഇതിലുള്ള 5 പേര് 3 പേര് വിധവകളാണ്. അപ്പം ഞങ്ങൾ പണിത് വീട്ടിൽ കൊണ്ട് ചെന്നാലേ ഉള്ളൂ. പിന്നെ അടൂർ ഗോപാൽ സാറ് വന്നപ്പം ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഇവിടുത്തെ ജോലി ആണ്, അതുകൊണ്ട് അവിടെ പോയി ജോലി ചെയ്യണമെന്ന് പറഞ്ഞു. അന്ന് ആഴ്ച 2 ഡ്യൂട്ടി വന്നു. ചൊവ്വാഴ്ച ദിവസം വന്നു, ഒരു വ്യാഴാഴ്ചയും വന്നു. അന്നൊരു ദിവസം പോയി ചെയ്തപ്പം ഇവിടുത്തെ ജോലിയും ചെയ്തു, അല്ലാതെ വേറെ ജോലി എന്നെ കൊണ്ട് ചെയ്യിച്ചു. പക്ഷേ അതിനൊന്നും എനിക്ക് പൈസ തന്നില്ല. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് പൈസ തരുന്നതെന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് 5 പൈസ പോലും തന്നിട്ടില്ല. ഒത്തിരി കഷ്ടപ്പാട് ഞാൻ സഹിച്ചു. വലിയൊരു മുറ്റമാണ്, ആ മുറ്റം 1 മണിക്കൂർ വേണം തൂത്ത് നമ്മൾ നടുവൊന്ന് നൂർക്കണമെങ്കിൽ. ഏറ്റവും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്ലോസറ്റ് ബ്രഷ് ഉപയോഗിച്ച് കഴുകിയ ക്ലീൻ ആകിയാലെന്നും പറഞ്ഞാൽ മാം തന്നെ സോപ്പ് പൗഡർ ഈ ക്ലോസറ്റിലേക്ക് ഇട്ട് തന്നെ നമ്മളെ കൈകൊണ്ടായിരുന്നു. ഒരു കുഞ്ഞൊരു സ്ക്രബറാണ് ഞങ്ങൾക്ക് തന്നിരുന്നത്. ആ സ്ക്രബർ കൊണ്ട് വേണമായിരുന്നു ക്ലോസറ്റ് മൊത്തം ഞങ്ങൾ കൈകൊണ്ട് വേണമായിരുന്നു ക്ലീൻ ചെയ്യാൻ. ബാത്റൂമൊക്കെ ഞങ്ങൾ കൈ ഉപയോഗിച്ച് കഴുകിയില്ലെങ്കിൽ വൃത്തി ആകുകയില്ലെന്നൊക്കെ ഞങ്ങളോട് പറയും. പിന്നെ ഞങ്ങൾ പേടിച്ച് അയ്യോ ജോലി പോകുമല്ലോ എന്ന് ഓർത്ത് ഞങ്ങൾ അതെല്ലാം ചെയ്ത് സഹിച്ചു. ഡയറക്ടർ സാറിൻ്റെ വൈഫാണ് ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഉള്ളത്. എന്നെ അത് നിരന്തരമായിട്ടും പിന്നെ ചെന്നപ്പോഴേ ചോദിച്ചു അത് ഏത് ജാതിയാണ്, ഏതാണ് ജാതി, അപ്പോൾ എൻ്റെ അച്ഛൻ ആരാണ്, റേഷൻ കാർഡിലെ പേര് ഏതാണ്, ഇതൊക്കെ എന്നോട് ചോദ്യം ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ചെന്നപ്പോൾ എന്നോട് ചോദിച്ചായിരുന്നു ഏത് ജാതി. പിന്നെ ചെന്നതേ ഞങ്ങളോട് ചോദിച്ചായിരുന്നു ഏത് സമുദായമാണ്, എന്താ ജാതി നിങ്ങളുടെ. അപ്പം ഞങ്ങൾ ഇന്ന ജാതിയാണ്, അത് എന്താണ് ആ സമൂഹത്തിൽ നിങ്ങളുടെ ജാതി എന്താണ് എന്ന് ചോദിച്ചു. ഞാൻ വിശ്വകർമ്മയാണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ആ വിശ്വകർമ്മ എന്ന് പറഞ്ഞ സമുദായത്തിൽ എന്താണ് അതിൻ്റെ സ്ഥാനം എന്ന് ചോദിച്ചായിരുന്നു. അന്നേരം ഇന്നതാണെന്ന് പറഞ്ഞു. പിന്നെ 2-3 പുറത്ത് സാനിറ്റൈസർ ഇട്ടും സോപ്പ് വാഷ് ഉപയോഗിച്ചും കൈ കഴുകിയതിന് ശേഷം മാത്രമേ ഞങ്ങൾക്ക് അകത്ത് കയറാൻ പറ്റുള്ളായിരുന്നു. ആദ്യമേ സോപ്പ് കയ്യിലിട്ട് തരും കഴുകാനായിട്ട്, അത് പോരാഞ്ഞിട്ട് സാനിറ്റൈസർ ഉപയോഗിച്ച് കൈ കഴുകിയിട്ട് വേണം നമ്മൾ അകത്ത് കയറാൻ. അങ്ങനെയൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചു. നമ്മൾ സോപ്പ് ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല, അവിടെ സോപ്പ് ഷാമ്പു എല്ലാം ബാത്റൂമിൽ തന്നെ വെച്ചിട്ടുണ്ട്. നമ്മൾ വേറൊരു ഡ്രസ്സ് കൊണ്ടുപോകണം, ഡ്രസ്സ് കൊണ്ടുപോയി അത് കുളിച്ച് പുറത്ത് ബാത്റൂമുണ്ട്, ആ ബാത്റൂമിൽ കുളിച്ചിട്ട് ഡ്രസ്സ് മാറി വേണം അകത്ത് കയറാനായിട്ട്. നമ്മൾ അത് ക്ലാസ്സിൽ വെള്ളം ചോദിക്കുവാണെങ്കിൽ നമ്മുടെ അകത്തുനിന്ന് അവരുടെ ഗ്ലാസ് എടുത്തിട്ട് നമ്മൾ പുറത്ത് വന്ന് വേറൊരു ഗ്ലാസ്സിനകത്ത് അവരിങ്ങനെ തൊടാതെ ഇങ്ങനെ ഒഴിച്ചു തരും. അങ്ങനെ വേണം നമുക്ക് വെള്ളം വരെ കുടിക്കും. സാറ് വന്നപ്പോൾ അവിടെ അവിടെയായിരുന്നു ഭക്ഷണം. അപ്പം ഞാൻ ഏതായാലും സ്വാഭാവികമായിട്ട് അറിയാം, ഞാനൊരു രാവിലെ ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരുമ്പം ഉച്ച കഴിഞ്ഞ് വേറൊരു ഡ്രസ്സ് ഇടുമ്പോൾ ആർക്കാണെങ്കിലും അറിയില്ല. സാറും അവിടെ ഉണ്ടായിരുന്നു, സാറിന് അറിയാം എന്നെ പോലെയൊക്കെയാണെന്നുള്ള കാര്യം.
ശരിക്കും സത്യം പറഞ്ഞാൽ ഞങ്ങൾ പറ്റിക്കപ്പെടുകയാണ് ഇപ്പോഴും. വനിതാ കമ്മീഷനും മുഖ്യമന്ത്രിക്കും ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്കൊരു നീതി കിട്ടണം. അതുവരെ ഞങ്ങളിതിന് പോരാടി നിൽക്കും. പിള്ളേരുടെ കൂട്ടത്തിൽ ഞങ്ങളും ഉണ്ട്. കേരളത്തിലെ ഒരേ ഒരു നാഷണൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്, അതും KR നാരായണൻ്റെ പേരിൽ പ്രവർത്തിക്കുന്ന രാജ്യത്തിനാകെ അഭിമാനമാകേണ്ട ഒരു സർക്കാർ സ്ഥാപനം. അവിടെയാണ് ഇത്രയും ഗുരുതരമായ ജാതി വിവേചനം നടക്കുന്നത്. വിദ്യാർത്ഥികളും ജീവനക്കാരും ഈ വിഷയം പല ആവർത്തി ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ അടക്കം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല. ക്യാമ്പസിൽ വിദ്യാർത്ഥികളോടൊന്നോ ജീവനക്കാരോടൊന്നോ വ്യത്യാസമില്ലാതെ കടുത്ത ജാതി വിവേചനവും ദളിത് വിരുദ്ധതയും വെച്ചു പുലർത്തുന്ന ശങ്കർ മോഹനെ പോലൊരു ഡയറക്ടർക്ക് അടൂർ ഗോപാലകൃഷ്ണൻ അടക്കമുള്ള സമൂഹത്തിലെ പ്രമുഖരുടെ പിന്തുണ ലഭിക്കുന്നത് എങ്ങനെയാണ്? സർക്കാർ ഇനിയും ഈ വിഷയത്തിൽ അടിയന്തര നടപടി കൈക്കൊണ്ടില്ല എങ്കിൽ അത് ഈ ജീവനക്കാരോടും വിദ്യാർത്ഥികളോടും കാണിക്കുന്ന കടുത്ത നീതി നിഷേധമാണ്.